നമസ്കാരം. മഹാരാഷ്ട്രയിലും മതപരിവർത്തന നിരോധന നിയമം വരുന്നു. മതപരിവർത്തന നിരോധന നിയമത്തിന് മന്ത്രിസഭയുടെ അംഗീകാരമായി ഉടൻ തന്നെ ഈ ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. തീർച്ചയായും നിയമസഭയിലെ ഭൂരിപക്ഷം അനുസരിച്ച് അത് വളരെ എളുപ്പത്തിൽ തന്നെ പാസ്സാക്കിയെടുക്കാൻ മഹാരാഷ്ട്ര സർക്കാരിന് സാധിക്കും. ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് ഇങ്ങനെയുള്ള പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ തന്നെ മതപരിവർത്തന നിരോധന നിയമമുണ്ട്. ഈ നിരോധന നിയമത്തിലെ പോരായ്മകൾ പലതുമുണ്ട്. ഈ പോരായ്മകളടക്കം പരിഹരിച്ചുകൊണ്ടാണ് മഹാരാഷ്ട്രയിലെ മതപരിവർത്തനത്തിനെതിരായിട്ടുള്ള ബില്ല് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും ഒരു സാമൂഹ്യ വിപത്തായി മാറിയിരിക്കുന്ന ലവ് ജിഹാദ്, ആ ലവ് ജിഹാദിനെതിരെ കൃത്യമായ നടപടികൾ കൈക്കൊള്ളാൻ കഴിയുന്ന തരത്തിലുള്ള നിയമനിർമ്മാണമാണ് നടത്തിയിരിക്കുന്നത് എന്ന് മഹാരാഷ്ട്ര സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. അതായത് ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ പ്രണയക്കെണിയിൽപ്പെടുത്തി മുസ്ലിം ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ട പെൺകുട്ടികളെ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് ശേഷം നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാക്കുകയും പിന്നീട് അവരുടെ അടിമകളാക്കി മാറ്റുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ പല സ്ഥലത്തു നിന്നും, പല സംസ്ഥാനങ്ങളിൽ നിന്നും, കേരളം അടക്കമുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ലവ് ജിഹാദിന് വിധേയരാക്കിയ പെൺകുട്ടികളെ വിദേശത്തേക്ക് കടത്തുകയും മനുഷ്യക്കടത്തിലൂടെ കൊണ്ടുപോവുകയും അവിടെ ജിഹാദി സംഘടനകളുടെ, തീവ്രവാദ സംഘടനകളുടെ ഭാഗമാക്കി മാറ്റുകയും ഒക്കെ ചെയ്ത കേസുകൾ അത് കേരളത്തിലടക്കം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലവ് ജിഹാദിനെ അടക്കം വളരെ കൃത്യമായി നിയന്ത്രിക്കാനും നിരോധിക്കാനും ആവശ്യമുള്ള നിയമ നടപടികളാണ് ഈ ബില്ലിലുള്ളത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മതപരിവർത്തനം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളരെയധികം വ്യാപകമാണ്. ഛത്തീസ്ഗഡ് പോലെയുള്ള, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഗോത്രവർഗ വിഭാഗങ്ങളുണ്ട്, ആദിവാസി വിഭാഗങ്ങളുണ്ട്. ഇവരുടെയൊക്കെ ഇടയിൽ ഇവരുടെ സാമൂഹികവും സാമ്പത്തികവുമായ പിന്നോക്കാവസ്ഥ മുതലെടുത്തുകൊണ്ട് ക്രിസ്ത്യൻ സഭകളും ഈ മതപരിവർത്തനത്തിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഈ മതപരിവർത്തനം പലപ്പോഴും സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുകയും സമൂഹത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. മതപരിവർത്തനത്തിൻ്റെ പേരിൽ ഈ ക്രിസ്ത്യൻ പാതിരിമാർ അവരുടെ ദൈവങ്ങളെ അധിക്ഷേപിക്കുന്നതും മതത്തെ എതിർത്ത് സംസാരിക്കുന്നതും, ഹിന്ദു മതത്തെ എതിർത്ത് സംസാരിക്കുന്നതുമെല്ലാം പല സംസ്ഥാനങ്ങളിലും സംഘർഷത്തിന് കാരണമായിട്ടുണ്ട്. മാത്രമല്ല പരിവർത്തിതരായിട്ടുള്ള ആളുകളും പരിവർത്തനം ചെയ്യാത്ത ആളുകളും തമ്മിൽ ഛത്തീസ്ഗഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ സംഘർഷം ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ്, ഇതില്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മതപരിവർത്തന നിരോധന നിയമം പലയിടങ്ങളിലും പാസ്സാക്കിയിട്ടുള്ളത്. അത്തരമൊരു നിയമമാണ് മഹാരാഷ്ട്രയിലും വരുന്നത്. മഹാരാഷ്ട്രയിൽ മതപരിവർത്തന നിരോധന നിയമം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒട്ടനവധി ഹിന്ദു സംഘടനകളും മറ്റും കഴിഞ്ഞ കുറേ നാളുകളായി ആവശ്യപ്പെടുന്നുണ്ട്. പല സംഘടനകളും സമരത്തിലേക്ക് വരെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സർക്കാർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള ഈ മതപരിവർത്തന നിരോധന നിയമങ്ങളെക്കുറിച്ച് പഠിക്കാനും സംസ്ഥാനത്ത് മതപരിവർത്തനത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ച് റിപ്പോർട്ട് നൽകാനുമൊക്കെ ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു. ആ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ കരട് ബില്ല് തയ്യാറാക്കിയിരിക്കുന്നത്. ആ ബില്ല് നിയമസഭ ചർച്ച ചെയ്ത് പാസ്സാക്കാനാണ് ഇപ്പോൾ തീരുമാനം. എന്തായാലും ഗുജറാത്ത് പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളെപ്പോലെ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെപ്പോലെ ഇപ്പോഴിതാ മഹാരാഷ്ട്രയിലും മതപരിവർത്തന നിരോധന നിയമം വന്നിരിക്കുന്നു. മതപരിവർത്തന മാഫിയകൾക്ക് ഇനി അങ്ങോട്ട് മഹാരാഷ്ട്രയിൽ കാര്യങ്ങൾ എളുപ്പമാവില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.